ട്രിപ്പ് ഇട്ടാലേ ആകുള്ളൂ. അതിനാ കൂടുതലപ്പോൾ അതിനും കൂടി ഇടാൻ പറ്റും. കഴിഞ്ഞ ദിവസം അതിൻ്റെ കൊമ്പ് മുറിച്ച് ഒന്നാണ്. എൻ്റെ പേര് സണ്ണി, ഒഫീഷ്യൽ നെയിം സെബാസ്റ്റ്യൻ, വീട്ടുപേര് പുരിയിടത്തിൽ. മീനച്ചിൽ താലൂക്കിൽ പാലായടുത്ത് ഇടമറുകം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ 2 ഫാമിലി ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഒരാളുടെ പേര് തോമസ് തറപ്പേൽ എന്നാണ്. അദ്ദേഹവും ഞങ്ങളുടെ ഒരേ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ഒരാൾ. പിന്നെ അടുത്തയാൾ ബേബിച്ചൻ കപ്പിയാങ്കിൽ എന്ന് പറയും. അവർ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സൈഡിൽ നിന്നാണ്. ഒരു വിള കൊണ്ട് മാത്രം നമുക്ക് ശരിയാകത്തില്ല, പല വിളകൾ വേണം. നമ്മുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ 7 ഇതിൽ മുതൽ മുടക്കിയിരിക്കുന്നു. അങ്ങനെ പലതിൽ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിലേ, അല്ലെങ്കിൽ പല കൃഷികൾ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കൃഷി മാത്രമാകുമ്പോൾ നമുക്ക് ചിലവിനുള്ളതേ കിട്ടത്തുള്ളൂ. ഒരെണ്ണത്തിൽ നമുക്ക് ചിലവിനുള്ളത് കിട്ടണം, ബാക്കിയുള്ളത് നമുക്ക് മിച്ചമാകണം. അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രസ് എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ എന്താ, ജസ്റ്റ് നമ്മൾ കൃഷി ചെയ്യുന്നു, അതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ജീവിച്ചു പോകുന്നുള്ളതല്ല നമുക്ക് ആവശ്യം. നമുക്ക് പ്രോഗ്രസ് വേണം. ആ പ്രോഗ്രസ് നമുക്ക് ഇങ്ങനെ പലതരം വിളകൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ ഓർഗാനിക് ഫാമാണ്. ഓർഗാനിക് ഫാം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ജീവികളെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ മണ്ണിനെ റീസൈക്കിൾ ചെയ്തു, അവരുടെ കാസ്റ്റിങ്സ് തന്നെ മതി മണ്ണിന് ഫെർട്ടിലൈസറായിട്ട്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമേ ഇല്ല. അപ്പം മണ്ണിൻ്റെ ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കും, മണ്ണിൻ്റെ കരുത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം രോഗാവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാകുകയില്ല. ഇതാണ് നമ്മുടെ ജാതി കൃഷി. ഈ ജാതിക്ക നമ്മൾ കായ കൊടുക്കും, പത്രയും കായും കൊടുക്കും. പിന്നെ അതിൻ്റെ ഷെല്ലുണ്ട്, അതായത് നട്ട്മെഗ് ആപ്പിൾ എന്ന് പറയുന്ന, അതും കൊണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കും, മുറബ ഉണ്ടാക്കും. ഇതൊക്കെ ഹോം മെയ്ഡായിട്ടുണ്ടാക്കും, പക്ക നാച്ചുറലായിട്ട് തന്നെ. വൈൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഷുഗർ ചേർത്തല്ല, അത് ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വിൽക്കുന്നുണ്ട്. ഒരു 750 ml ഒരു ബോട്ടിൽ വൈനിന് നമ്മൾ 500 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഡിമാൻഡും ഉണ്ട്. അത് വയറ്റിൽ അസുഖം, വയറ്റിൽ എന്തെങ്കിലും എരിച്ചിൽ, ലൂസ് മോഷൻ, ഇതിനൊക്കെ ഈ വൈൻ ഒരു 5 ml കുടിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അങ്ങ് മാറും. അതുപോലെ മുറബ ആണെങ്കിലും നമുക്ക് ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ അത് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത്, അത് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം ഒരു സ്പൈസസ് ആയിട്ട് ആ നട്ട്മെഗ് ആപ്പിളിൻ്റെ ആ ഒരു മുറബ അതും ആഡ് ചെയ്യും ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ. ഇതൊക്കെ ഒരു ടേസ്റ്റ് മേക്കറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ നട്ട്മെഗ് ആപ്പിൾ പോലും വേസ്റ്റ് ആക്കാതെ അതിന് വാല്യൂ അഡീഷൻ ആക്കിക്കൊണ്ട് നമ്മളതിനെ ഒരു ഇൻകത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പത്രയും ജാതിക്കായും ഒക്കെ നമുക്കൊരു നല്ലൊരു ഇൻകം കിട്ടുന്ന ആണ്. അത് ജാതിക്കാണെങ്കിലും താഴെ പോകാതെ, അതായത് വീണ് പോകാതെ നമ്മൾ പറിച്ചെടുക്കുക ചെയ്യുന്നു. അതിൻ്റെ ഷെല്ലിങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ അത് താഴെ വീണ് പോകാതെ അന്നേരം ഡെയിലി നമ്മൾ പറിച്ചെടുത്ത് പത്രി മാറ്റി ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഡ്രയറി വെച്ചുറക്കും, ഉണക്കും. അപ്പോൾ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നല്ല ഫസ്റ്റ് ഗ്രേഡ് ജാതിപത്രിയും ഫസ്റ്റ് ഗ്രേഡ് ജാതിക്കായും നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് നല്ല വിലയ്ക്ക്. അതാണ് ജാതിയിൽ നിന്നുള്ള ഞങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത്. ഇത് കറ്റാർ വാഴപ്പഴ, ഇത് നമ്മൾ വെറുതെ നട്ടിരിക്കുന്നതല്ല, ഇത് നമ്മൾക്കൊരു ആദായ മാർഗ്ഗമാണ്. നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നതാണിത്. ഇതിൽ നിന്ന് നമ്മൾ വൈനുണ്ടാക്കും. വൈനുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ വൈൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വയറ്റിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും, നമുക്ക് സാധാരണ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് അസിഡിക് പ്രോബ്ലം.
അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും പറയുന്ന കാര്യമാണ് അസിഡിറ്റി. കാരണം ഈ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ വൈൻ കുടിച്ചു കഴിഞ്ഞാൽ, വൈനോ അരിഷ്ടം രണ്ടും നല്ലതാണ്, രണ്ടിൻ്റെ പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ വയറ്റിലുണ്ടാകുന്ന അസിഡിറ്റി പ്രോബ്ലം കംപ്ലീറ്റ് മാറും. അതല്ലാതെ ഇത് വെറുതെ അലോവേര നമ്മൾ വെറുതെ എടുത്ത് കഴിച്ചാൽ, അതായത് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇത്തിരി തേനും കൂടി ഒഴിച്ച് കഴിച്ചാൽ പോലും അസിഡിറ്റിക്ക് ഈസ് വെരി ഗുഡ്. പിന്നെ ഇതുകൊണ്ട് ഞാൻ അലോവേര വൈൻ ഉണ്ടാക്കുന്നുണ്ട്, അത് വിൽക്കുന്നുമുണ്ട്. ഇത് നമുക്കൊരു ആദായ മാർഗ്ഗമാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ കൃഷിയിലുള്ള ഒരു പ്രത്യേകത. ഇത് ജാതിക്ക വൈനാണ്. ഇത് ജാതിക്കയുടെ ആ തൊലിയും കൊണ്ട്, അതായത് നട്ട്മഗ് ആപ്പിൾ എന്ന് പറയും, ആ ഷെല്ലും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഷെല്ല്, ശർക്കര, വെള്ളം, ഈസ്റ്റ് ഇതെല്ലാം കൊണ്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് 41 days വെച്ചിട്ട് പിന്നെ ഊറ്റിയെടുത്ത്, ഇതിപ്പോൾ ഒരു വർഷം പഴക്കമായ വൈനാണിത്. ഇത് നമുക്ക് വയറ്റിൽ അസുഖം, വയറ്റിൽ വേദന, ലൂസ് മോഷൻ, ഇതിനെല്ലാം ബെസ്റ്റാണ്. ഇതൊരു 5 ml കുടിച്ചാൽ വയറുവേദന എല്ലാം മാറും, അസിഡിറ്റി പ്രോബ്ലം എല്ലാം മാറും. ഇതാണ് ജാതിക്ക വൈൻ. ഇത് നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നതാണ്, ഹോം മെയ്ഡ് ആയിട്ട് വിൽക്കുന്നതാണ് ഈ ജാതിക്ക വൈന്. അതുപോലെ ഇതാണ് നമ്മുടെ കറ്റാർവാഴയുടെ വൈന്. കറ്റാർവാഴ ശർക്കരയും ഈസ്റ്റും ഇട്ടുണ്ടാക്കുന്നതാണ് കറ്റാർവാഴ വൈന്. ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ഇത് വയറ്റിൽ എന്ത് അസുഖം, അതായത് ലൂസ് മോഷൻ, അസിഡിറ്റി പ്രോബ്ലം, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള എന്ത് പ്രോബ്ലത്തിനും ഈ കറ്റാർവാഴ വൈന് ഏറ്റവും നന്നായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഗ്യാരൻറ്റിയായി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈനാണ് കറ്റാർവാഴ വൈന്. പിന്നെ ഇതെന്ന് പറയുന്നത് ജാതിക്ക തൊണ്ടും കൊണ്ടുണ്ടാക്കുന്ന മുറബ. ജാതിക്ക തൊണ്ട് ഉണക്കി അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ലെവൽ ഓഫ് വെള്ളം ഡീഹൈഡ്രേറ്റ് ചെയ്ത ശേഷം കുറച്ച് തേൻ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് മുറബ. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിട്ടാൽ, ഈ മുറബ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ വരും. കാരണം നമ്മൾ മസാല ഇടുന്ന പോലെ തന്നെ ഇതിട്ടാൽ നല്ലൊരു ഫ്ലേവർ വരും ആ ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പെയിൻ ബാമാണ്. പെയിൻ ബാം എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ബാം എല്ലാത്തിനും, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കല്ലുണ്ടാകുന്ന ക്രാക്ക്, പിന്നെ മസിൽ കയറ്റം, കോച്ചി വലിച്ചിൽ, മുട്ടുവേദന, ജലദോഷം, ചുമയ്ക്ക് ത്രോട്ടയിൽ പുരട്ടിക്കഴിഞ്ഞാൽ ഈ ചുമ നിൽക്കും. കോൾഡിന് നമ്മളിങ്ങനെ മൂക്കേൽ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൾഡിന് ഒത്തിരി റിലീഫാകും. തലവേദന, ഈവൻ നമുക്കൊരു വലിയ സ്റ്റിച്ചിടേണ്ട മുറിവാണെങ്കിൽ പോലും ഇത് വെച്ച് കെട്ടി ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ആ മുറിവ് ഉണങ്ങും എന്നുള്ളതാണ്. അത്രയ്ക്ക് ഇഫക്റ്റീവായിട്ടൊരു സംഭവമാണ് ഈ പെയിൻ ബാം എന്ന് പറയുന്നത്. ഞങ്ങളിതിന് പെയിൻ ബാം എന്ന് പേരിട്ടിരിക്കുന്നതാണ്. എന്ത് വേണമെങ്കിലും വിളിക്കാം. നാച്ചുറലായിട്ട് കടുകെണ്ണ, ജാതിക്ക, കാന്താരി മുളക്, പെപ്പർ, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഉപയോഗിച്ചുള്ള ഒരു ബാമാണ് ഈ ബാം. അതുകൊണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള, അതായത് കെമിക്കലായിട്ടുള്ള യാതൊന്നുമില്ല, എല്ലാം നാച്ചുറലായിട്ടുള്ളതാണ്. അതും നമ്മുടെ തോട്ടത്തിലുണ്ടാകുന്ന, നമ്മുടെ ഫാമിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ കറ്റാർവാഴ ജെല്ല് എടുത്തുണ്ടാകുന്നൊരു ക്രീമാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് സീഡ് നമ്മൾ ഉണക്കിയെടുത്തിട്ട് അതിൽ നിന്നെടുക്കുന്ന ഒരു ഓയിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് സീഡ് ഓയിലും പിന്നെ കറ്റാർവാഴ ജെല്ലും പിന്നെ ബീ വാക്സ്, നമ്മൾ തേൻമെഴുക് ഇതെല്ലാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ ക്രീമെന്ന് പറയും, ഇതും നമുക്ക് ഡ്രൈ സ്കിന്ന്, പിന്നെ ഇത് എന്നും രാത്രിയിൽ മുഖത്ത് പുരട്ടിയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് മുഖത്തെ സ്കാറ്, അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക്, അങ്ങനെ എല്ലാത്തിനും ഈ ക്രീം. പക്ഷേ ഓയിൽ ബേസ്ഡ് ആണ്. പക്ഷേ കാര ഉണ്ടാകുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. പക്ഷേ അല്ലാതെ സ്കാറ് മാറാൻ ഒക്കെ വളരെ നല്ലതാണ് ഈ ക്രീം. ഇത്രയും നമ്മളിപ്പം സ്റ്റോക്കായിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ളൂ. നമ്മുടെ നാടൻ കോഴി കൃഷിയാണിത്. നമുക്ക് പ്യുവർ നാടനാണ്, അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴിയാണ്. നമുക്കിവിടെ നമ്മൾ കൊടുക്കുന്ന മെയിൻ ഫീഡെന്ന് പറയുന്നത് ഇത് വാഴച്ചുണ്ടാണ്. ഈ വാഴച്ചുണ്ട് ഞങ്ങൾ അരിഞ്ഞ് കോഴിക്ക് മെയിൻ ഫീഡായിട്ട് കൊടുക്കുന്നത്. ഈ വാഴച്ചുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട നല്ലപോലെ വരും.
നല്ലപോലെ മുട്ടയിടും. ഒരു ദിവസം നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പിറ്റേ ദിവസം മുട്ട കുറവായിരിക്കും. അത്രയ്ക്ക് നല്ലതാണ്. ആരും വാഴച്ചുണ്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക. വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി, വാഴയില ഇതെല്ലാം കോഴിക്ക് ഫീഡായിട്ട് കൊടുക്കുക. അതുപോലെ ചക്കയുടെ വേസ്റ്റുകൾ മൊത്തം നമ്മൾ കോഴിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം കോഴി ഫീഡ് വാങ്ങിച്ചു കൊടുക്കുകയില്ല. വാങ്ങിക്കുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അരിയോ റാഗി ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. കോഴി ഫീഡ്, അതായത് ഫാം ഫീഡ് കൊടുത്ത് വളർത്തുന്ന കോഴിയല്ല ഞങ്ങളുടെ കോഴി. അതുപോലെ തന്നെ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഒരു മുട്ടയ്ക്ക് ഇതുപോലത്തെ ഒരു മുട്ടയ്ക്ക് ഞങ്ങൾ 15 രൂപയ്ക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇവിടെ വന്ന് വാങ്ങിച്ച് നല്ല ഡിമാൻഡാണ്. ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് പോകും. അതുപോലെ തന്നെ നാടൻ കോഴി 1 കിലോ കോഴിക്ക് 650 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നാടൻ കോഴി നല്ല ഒരു ലാഭകരമായ ഒരു കൃഷിയായിട്ടാണ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ നല്ല ഡിമാൻഡുണ്ട്. അതിന് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഡിമാൻഡും ഉണ്ട്. ഇവിടുത്തെ കോഴി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം, അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ ആയിരിക്കും അത്. കാരണം നമ്മൾ ഫാം ഫീഡ് കൊടുക്കുന്ന എല്ലാം നാച്ചുറൽ ഫീഡ് കൊടുത്ത് വളർത്തുന്ന കോഴി അവിടെ ഇറച്ചിക്ക് നല്ല രുചിയാണ്. അങ്ങനെ ഞങ്ങളുടെ കോഴി കൃഷിയും വളരെ വിജയകരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ പന്നിയൂർ 1 വെറൈറ്റി കുരുമുളകാണ്. അത് നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 6 അടി ഹൈറ്റുള്ളൊരു പോസ്റ്റിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന കീർതലിയാണ്. കീർതലിയാണെങ്കിൽ വേഗം കയറി വരും, 1 വർഷം കൊണ്ട് കവറാവും. ഇതിപ്പം കറക്റ്റ് 2 വർഷമായിട്ടേ ഉള്ളൂ. ഇത് അത്യാവശ്യം കുരുമുളക് കായകൾ കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇനി ഭാവിയിലേക്ക് നമുക്ക് മരം കയറി വിളവെടുക്കാനായിട്ട് ആളെ കിട്ടാണ്ട് വരും, പ്രാക്ടിക്കൽ അല്ലാണ്ട് വരും. അപ്പം നമ്മൾക്ക് ഏറ്റവും എളുപ്പമായ മെത്തേഡും ചിലവ് കുറഞ്ഞ മെത്തേഡുമായിട്ട് ഇങ്ങനെ ഈ ഹൈറ്റിൽ നിർത്തുക. 6 അല്ലെങ്കിൽ 7 അടി മാക്സിമം നമ്മൾക്ക് കൂടിയാൽ ഒരു സ്റ്റൂൾ ഇട്ട് കയറി നിന്ന് പറിക്കത്തക്ക രീതിയിൽ, ഇനി ഈ സ്ത്രീകൾക്കാണെങ്കിലും കയറി നിന്ന് പറിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണിത്. അപ്പം വേഗം കായും ഉണ്ടാവും, നമുക്ക് വരുമാനം അതിൻ്റെ ഫലമെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. താനും ചിലവ് വളരെ കുറയുകയും ചെയ്യും. അത് 6 അടിക്ക് നടാവുന്നതാണിത്. ഞാനിപ്പോൾ ട്രയലായിട്ട് നട്ടിരിക്കുന്നതാണിത്. അതിൻ്റെ ചെന്തണ്ട് ഇട്ടതുകൊണ്ട് അത് ചെന്തണ്ട് ഇട്ടതാണ്, അതും കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടും നന്നായിട്ട് നിൽപ്പുണ്ട്. എല്ലാം ഇത് പന്നിയൂർ വെറൈറ്റിയാണ്. എനിക്ക് 23 സെൻറ്റിമീറ്റർ നീളം വരെയുള്ള ചരടുണ്ട് ഇതിൽ. സാധാരണ അത്രയൊന്നും കാണാറില്ല. 21, 22, 23 സെൻറ്റിമീറ്ററൊക്കെ ഉള്ള നീളം ചരടുള്ള ഇതിലുണ്ട്. ഇപ്പം എത്ര കുറേ വർഷങ്ങളോളം ഇത് കിടക്കുന്ന, നമുക്ക് ഇതുവരെ ഇതിന് രോഗങ്ങളൊന്നുമില്ല, ഉള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അതിന് നല്ല വളർച്ചയുണ്ട്. ഇനി ഇതിന് വേറൊരു മെത്തേഡ് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെ കൂർഗിൽ അപ്പങ്കള എന്ന് പറഞ്ഞൊരു ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ അവർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് 10 mm ഒരു 7 അടി നീളമുള്ള റോഡുകൾ 3 എണ്ണം, അത് മുക്കോണമായിട്ട് ഇങ്ങനെ മണ്ണിലേക്ക് നട്ടുറപ്പിച്ചിട്ട് അതിൽ നമ്മുടെ ഷെയ്ഡ് നെറ്റ് ചുറ്റുക. ഒരു 2 അടി 3 അടി ഹൈറ്റിലേക്ക് ആദ്യം ഒന്ന് ചുറ്റുക, 2 ചുറ്റിയിട്ട് അതിനകത്തേക്ക് കമ്പോസ്റ്റ്, ചാണകപ്പൊടിയൊക്കെ ഇട്ട് മേൽമണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുക. അതിൻ്റെ ചുവട്ടിൽ വടക്ക് ഭാഗത്തായിട്ട് ഒരു കുരുമുളക് തൈ നടുക. അപ്പോൾ അത് കയറി വരുന്നതനുസരിച്ച് വീണ്ടും ഈ ഷെയ്ഡ് നെറ്റ് ചുറ്റുക, അതിനകത്ത് മേൽമണ്ണും കമ്പോസ്റ്റും ഇട്ട് ഫില്ല് ചെയ്യുക. അപ്പം ഈ 6 അടി വരെ ഫുൾ കവർ ചെയ്ത് നിർത്തുക. ചിലപ്പോൾ ഇത് വളർന്ന് കയറിക്കോളും. ഇതിൻ്റെ വേരുകളും ഇതിന് മണ്ണും കമ്പോസ്റ്റും ഉള്ളതുകൊണ്ട് അതിനകത്തേക്കും കയറി വളർന്നോളും. വളർച്ചയും കൂടുതൽ കിട്ടും, വേഗം കായുമാവും. അപ്പം ആദായം എടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഒരു 6 അടി ഹൈറ്റേ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒരു 7 അടിയോ 8 അടിയോ വരെ വേണമെങ്കിലും നിർത്താം. നമുക്ക് ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പ്ലാന്റുകൾ തമ്മിൽ 6 അടി ദൂരം മതിയാവും. എൻ്റെ കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചെയ്യണം. അതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം കൃഷിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, ഐ ആം മൈ ബോസ് ആൻഡ് ഗോഡ് ഈസ് മൈ സുപ്രീം ബോസ്, അതാണ് എൻ്റെ പോളിസി. അപ്പം നമ്മുടെ അധികാരി നമ്മൾ തന്നെയാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എപ്പം വേണേലും നമുക്ക് അവധിയെടുക്കാം, എപ്പം വേണേലും ജോലി ചെയ്യാം. നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നു. നമ്മളെന്തുണ്ടാക്കുന്നു, എന്ത് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതെല്ലാം നമ്മുടെ ഡിസിഷനാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു.
പരമാവധി നമ്മൾ തന്നെ ഇവിടെ ചെയ്യുകയാണ്. നമ്മളെക്കൊണ്ട് തീർക്കാൻ പറ്റാത്തതിനെ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കാറുള്ളൂ. എൻ്റെ ഷെയർ എനിക്കിവിടെ 10 ഏക്കറാണുള്ളത്. എനിക്ക് ഇവിടെ ഫാമിലി പ്രോപ്പർട്ടി ഉണ്ട്. ഫാമിലി പ്രോപ്പർട്ടിയിൽ എൻ്റെ ഷെയർ എന്ന് പറയുന്നത് 10 ഏക്കർ എവിടെയുള്ളത്. ഈ 10 ഏക്കറിൽ എനിക്ക് 600 തെങ്ങുണ്ട്. ഈ 600 തെങ്ങിന് ശരാശരി ഒരു തെങ്ങിന് ശരാശരി 150 തേങ്ങ വെച്ച് വരും. ഇനി എല്ലാ ചിലവും കഴിഞ്ഞ് വില കൂടുകയും കുറയുകയും ചെയ്യും. എങ്കിലും ഈ 10 രൂപ വെച്ച് കൂട്ടിയാലും 150 തേങ്ങയ്ക്ക് 1500 രൂപ ഒരു തെങ്ങിന് വരുന്നുണ്ട് മിനിമം. അപ്പോൾ 600 തെങ്ങിന് ഏതാണ്ട് 9 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് വാഴയുണ്ട്, ജാതിയുണ്ട്, ബട്ടർ ഫ്രൂട്ടുണ്ട്, മഞ്ഞളുണ്ട്. ഇവയൊക്കെല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ എനിക്കൊരു 15 മുതൽ 25 ലക്ഷം രൂപ വരെ ഉണ്ടാവും ഇതിൽ. പിന്നെ മക്കളൊക്കെ പോയി ഇപ്പോൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടി IT കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊരാൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ നമുക്കിവിടുന്ന് കിട്ടുന്നുണ്ട്. നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. എപ്പം വേണമെങ്കിലും ലീവ് എടുക്കാം. നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അതാണ് മനസ്സമാധാനം കൂടുതലുണ്ട്. കൃഷിയിൽ റിസ്ക്കുകളൊക്കെ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ കാലാവസ്ഥ അനുസരിച്ച്, പിന്നെ മാർക്കറ്റ് വേരിയേഷൻ അനുസരിച്ച് കുറേ ഇതൊക്കെ വരും. പ്രൈസിൽ, വിളവിലൊക്കെ കുറേ വേരിയേഷൻസൊക്കെ വരും. എന്നാലും നമുക്ക് മൊത്തത്തിൽ മനസ്സമാധാനം കൂടുതൽ കിട്ടും. നമുക്ക് മറ്റ് പ്രഷറുകളൊന്നുമില്ല. ആരെയും നമ്മൾ പ്രഷർ ചെയ്യാനില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച്, സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യുന്നു. പിന്നെ സ്വാതന്ത്ര്യവും നമ്മുടെ വരുമാനം വെച്ച് നോക്കുമ്പം നമുക്ക് നല്ല കാര്യം തന്നെ. പിന്നെ വിജയിക്കാതിരിക്കുമ്പോൾ നമ്മുടെ അധ്വാനം പോലെ ഇരിക്കും. നമ്മൾ മനസ്സായിട്ടിറങ്ങി നമ്മുടെ സ്ഥലത്ത് നമ്മൾ തന്നെ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ കൃഷി ചെയ്തിട്ടും കാര്യമുള്ളൂ, കൃഷി വിജയിക്കുകയുള്ളൂ.